മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഉളുഹിയ്യത്ത് വിശ്വാസികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത് അവരിൽ നിന്നും അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നുമായി അവർക്ക് വേണ്ടി എല്ലാമുള്ള അറവാണ്. ഉലമാക്കൾ പറഞ്ഞു അന്നഹാ മത്ലൂബത്തുൻ ഫീ വഖ്തിഹാ മിനൽ ഹയ്യി അൻ നഫ്സിഹി വ അഹ്ലി ബൈതിഹി. ഒരു മുസ്ലിമിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിരിക്കുന്നു. ഇത് സുന്നത്താണോ ഫറളാണോ നമുക്ക് പരിശോധിക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. ആർക്കൊക്കെ വേണ്ടി? ആ വ്യക്തിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി. എന്ന് പറഞ്ഞാൽ ഒരു ഗൃഹനാഥൻ തൻ്റെ കുടുംബത്തിലുള്ള ആളുകളെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് അറുക്കുക. അപ്പോൾ ഒരാൾ അറുത്താൽ മതി. ഒരു വീട്ടിലുള്ള മുതിർന്ന ഗൃഹനാഥൻ അറുത്താൽ മതി. ഉപ്പ മക്കൾക്ക് വേണ്ടി അറുത്താൽ മതി. അവർ വേറെ കുടുംബമായി പോയിട്ടില്ലെങ്കിൽ, അവർ വേറെ കുടുംബമായി വേറെ വീട്ടിലാണെങ്കിൽ അപ്പോൾ ആ വീട്ടിലുള്ള ആളാണ് ആ വീട്ടിലെ ഗൃഹനാഥൻ. ആ ഗൃഹനാഥൻ അത് അറക്കണം. അത് സ്വാഭാവികമായും സംഭവിച്ചോളും. എന്നാൽ നിങ്ങൾ എല്ലാവരും ഒരു വീട്ടിലാണെങ്കിൽ ആ വീട്ടിലുള്ള ഏറ്റവും മുതിർന്ന ഏറ്റവും ഉത്തരവാദിത്തമുള്ള ആൾ ആരാണോ ആ വ്യക്തി അറുത്താൽ മതി. ആ വ്യക്തിക്കും ആ കുടുംബത്തിനും അത് മതിയാകുന്നതാണ്. ശരി, മരിച്ചുപോയവരുണ്ടെങ്കിൽ അവരെ കൂടി നെയ്യത്തിൽ ഉൾപ്പെടുത്താമോ? പണ്ഡിതന്മാർ പറഞ്ഞു അനുവദനീയമാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടി അറക്കുമ്പോൾ ആരെ കൂടി മനസ്സിൽ കരുതുക? എൻ്റെ ഉമ്മ ഇല്ല, മരിച്ചു പോയിട്ടുണ്ട്, പക്ഷേ അല്ലാഹുവേ എൻ്റെ ഉമ്മയെ കൂടി നീ ഇതിൽ ഉൾപ്പെടുത്തണേ റബ്ബേ, എൻ്റെ ഉമ്മാക്ക് കൂടി ഇതിൻ്റെ പ്രതിഫലം കിട്ടണേ റബ്ബേ. എൻ്റെ ഉപ്പ മരിച്ചുപോയി, അല്ലാഹുവേ എൻ്റെ ഉപ്പാക്ക് കൂടി നീ ഇതിൻ്റെ പ്രതിഫലം നൽകണമേ. എന്നിങ്ങനെ മരിച്ചുപോയ ആളുകളെ നമുക്ക് മനസ്സിൽ നിയ്യത്താക്കാം. അതുകൊണ്ട് തന്നെ മരിച്ചവർക്ക് വേണ്ടിയുള്ള ഉളുഹിയ്യത്ത് 3 രൂപത്തിലാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. ശരിക്കും ശ്രദ്ധിക്കുക. മരിച്ചവർക്ക് വേണ്ടി നമുക്ക് 3 രൂപത്തിൽ ഉളുഹിയ്യത്ത് അറക്കാം. അതിലൊന്ന്, നാം സാധാരണ നിലക്ക് അറക്കുന്നതിൽ മരിച്ചവരെ കൂടി നിയ്യത്താക്കുന്നു. സാധാരണ നമ്മൾ അറക്കുകയാണ്, അവിടെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എൻ്റെ വീട്ടിലെ ആളുകൾ എന്ന് നിയ്യത്താക്കുക. ഒരു രീതി അതാണ്. രണ്ടാമത്തത്, മരണപ്പെട്ട ആളുകൾ മരിക്കുന്നതിന് മുമ്പ് വസിയ്യത്ത് നൽകുകയോ, സ്വത്തിൽ 1/3 വസിയ്യത്ത് ചെയ്യാം. ആ വസിയ്യത്തിൽ പറയാണ് എൻ്റെ ഈ സമ്പത്ത് കൊണ്ട് നിങ്ങൾ ഉളുഹിയ്യത്ത് അറക്കണം. അങ്ങനെ പറഞ്ഞു വെക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. മരണശേഷം നമ്മുടെ ഖബറിലേക്ക് കിട്ടും.